അതിനെന്താ ചിരിക്കാൻ? എങ്ങനെ ചിരിക്കാതിരിക്കും? ഇവിടെ മോല് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. എന്തൊക്കെയാണ് അവര് കാട്ടിക്കൂട്ടുന്നു? ജയിച്ചു എന്ന് പറഞ്ഞപ്പോ അവരുടെ അഹങ്കാരം കണ്ടില്ലേ? നാട്ടുകാരുടെ മുമ്പില് നാണം കെടുത്തി, എന്റെ രാഷ്ട്രീയഭാഗം തകർത്തു. 10 കൊല്ലം നമ്മൾ ഇതിനപ്പുറം കാണിച്ചു കൂട്ടിയത്. മറന്നായിരിക്കും. നമ്മൾ എന്ത് കാണിച്ചു കൂട്ടി? നമ്മൾ വാരിക്കോരി കൊടുക്കല്ലേ ചെയ്തുള്ളൂ. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. എന്നിട്ട് നമ്മൾ എങ്ങനെയാടാ തോറ്റത്? വല്ലാത്തൊരു പൊട്ടലായി പോയി. എല്ലാ മാനവും പോയി. ഭയങ്കര വിഷമിക്കലോ പാപ്പിച്ചായ? പാപ്പിച്ചായ സെക്കൻഡ് ഇല്ലേ? കുടുംബക്കാർക്ക് വിവരം വെച്ച് അത്ര തന്നെ. ഈ കുടുംബത്തിന്റെ ചുമതല 10 കൊല്ലമായിട്ട് ഞാൻ ഏറ്റെടുത്തപ്പോ എന്തൊക്കെ ഉപകാരം ചെയ്തു ഞാൻ. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. നമ്മുടെ തറവാട്ടിൽ 60 വയസ്സിന് മുകളിലുള്ള അച്ഛന്മാർക്കും വല്യച്ഛന്മാർക്കും മാസം ഒറ്റച്ചെലവിന് 2000 രൂപ വെച്ച് കൊടുത്തില്ലേ നമ്മൾ? ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ശാപ്പാട് കഴിച്ചവര് നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും വലിയൊരു തെറ്റ് ക്ഷമിക്കാനും മാത്രം വിശാല ഹൃദയനൊന്നും അല്ല ഞാൻ. പിന്നെ 2000 കുടുംബം ഇന്നത്തെ കാലത്ത് എന്തിനു തികയുന്നതാണ്? അവർ 3000 വെച്ചപ്പോ കൊടുക്കാന്ന് പറഞ്ഞേക്കണേ. അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? എവിടുന്ന് എടുത്തു കൊടുക്കാൻ? അല്ല, എനിക്കും അറിയാം നമ്മുടെ കുടുംബ ഖജനാവ് കാലിയാണെന്നുള്ളത്. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കെട്ടല്ലോ. നിനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടോ നാണം കെടാൻ? നാണം കെട്ടവനെ. അല്ല, ഈ കുടുംബക്കാരുടെ ഒക്കെ സിമ്പതി പിടിച്ചു പറ്റാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഞാനൊരു വഴി പറയാം. അതെന്താ? നമ്മളെ കുടുംബക്കാരെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് നമ്മളെ ഈ മുറ്റത്ത് വെച്ചൊരു മെഗാ തിരുവാതിര നടത്താം.